പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി ഉണ്ടാക്കിയ കരാറിൽ ഖജനാവിന് 374 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ്. 1995-ൽ ജി കാർത്തികേയൻ വൈദ്യുത മന്ത്രിയായിരുന്നപ്പോഴാണ് SNC ലാവ്ലിനുമായി കൺസൾട്ടൻസി കരാർ ഒപ്പിട്ടത്. അന്തിമ കരാർ ഒപ്പിട്ടത് പിണറായി വിജയൻ വൈദ്യുത മന്ത്രി ആയിരുന്നപ്പോൾ. 2009-ൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജി കാർത്തികേയന്റെ പങ്ക് തെളിയിക്കാനാവശ്യമായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി. കേസിൽ 7ാം പ്രതിയാണ് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കേസ് കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പകപോക്കലാണെന്നും ആരോപിച്ച് 2013 ജൂലൈ 22-ന് പിണറായി വിജയൻ വിടുതൽ ഹർജി നൽകി. പ്രോസിക്യൂഷൻ എതിർവാദത്തിനിടെ പലതവണ കോടതി CBIയെ വിമർശിച്ചിരുന്നു. CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഗുരുതര പാളിച്ചകളുണ്ടെന്നും കണ്ടെത്തലുകൾ അപൂർണമാണെന്നും കോടതി പറഞ്ഞിരുന്നു. ലാവ്ലിൻ കരാറിൽ പിണറായി വിജയന്റെ പങ്ക് തെളിയിക്കുന്ന കത്തും CBI കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു. വിടുതൽ ഹർജിയിലെ വിധി വരുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നിർണായകമാകും. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. പാർട്ടിക്കുള്ളിൽ VS അച്യുതാനന്ദൻ പിണറായിക്കെതിരെ പ്രയോഗിക്കുന്ന പ്രധാന ആയുധവും ലാവ്ലിൻ തന്നെ. വിധി പിണറായിക്ക് പ്രതികൂലമായാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും. എന്നാൽ വിധി അനുകൂലമാവുകയാണെങ്കിൽ പാർട്ടിയിൽ പിണറായി വിജയന്റെ ആധിപത്യം ശക്തമാകും. പാലക്കാട് നടക്കാനിരിക്കുന്ന പാർട്ടി സംസ്ഥാന പ്ലീനം CPM നേതൃത്വത്തിലെ സമവാക്യങ്ങളിൽ മാറ്റം വരുത്തിയേക്കാം. മീഡിയ 1 തിരുവനന്തപുരം.